നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ തലക്കടിച്ചു കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് കരമന സ്വദേശി അഖിൽ. അരുംകൊലയ്ക്ക് പിന്നിൽ കരമന അനന്തു കൊലക്കേസിലെ പ്രതികളെന്ന് DCP. ഒരാൾ കസ്റ്റഡി. തൃപ്പൂണിത്തുറയിൽ കിടപ്പുരോഗിയായ പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മക്കൾ കടന്നു. 70-കാരൻ ഷൺമുഖൻ പട്ടിണി കിടന്നത് 2 ദിവസം. വേളാങ്കണ്ണിയിൽ പോയതെന്ന് മകൻ പോലീസിനോട്. റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ. കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ഡ്രൈവർ മേയർ തർക്കത്തിൽ യദുവിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. മൊഴികളിൽ വൈരുദ്ധ്യമെന്ന് അന്വേഷണ സംഘം. മെമ്മറി കാർഡ് കണ്ടെത്താനായില്ല. കൊച്ചിയിൽ വൻ സ്വർണ്ണവേട്ട. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 1.5 കോടി രൂപയുടെ സ്വർണം പിടികൂടി. 2332 ഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ചത് ജീൻസിനകത്ത് പ്രത്യേക അറയുണ്ടാക്കി. കന്യാകുമാരി സ്വദേശി ഖാദർ മൈദീൻ കസ്റ്റഡിയിൽ. കൊല്ലം ചിതറയിൽ തടിമില്ലിൽ വൻ തീപിടുത്തം. മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളിൽ പ്രവർത്തിച്ച തടിമില്ല് മുഴുവൻ കത്തി നശിച്ചു. $50 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് പ്രാഥമിക നിഗമനം. IPL-ൽ ഇന്ന് മുംബൈ കൊൽക്കത്ത പോരാട്ടം. മത്സരം രാത്രി 7:30-ക്ക് ഈഡൻ ഗാർഡനിൽ. പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനം നിലനിർത്താൻ കൊൽക്കത്ത. വിശദമായി തന്നെ നോക്കാം. എറണാകുളം തൃപ്പൂണിത്തുറയിൽ കിടപ്പുരോഗിയായ പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മകൻ കടന്നെന്ന് പരാതി. 70-കാരനായ ഷൺമുഖനെയാണ് എരൂരിലെ വീട്ടിൽ ഉപേക്ഷിച്ച് മക്കൾ കടന്നത്.